അങ്ങനെ സ്പോട്ടിഫൈ അവരുടെ പൈസ കൂട്ടിയിരിക്കുകയാണ്. ഇൻഡിവിജ്വൽ പ്ലാനിന് 20 രൂപയും ഡുവോ പ്ലാനിന് 30 രൂപയും ഫാമിലി പ്ലാനിന് 50 രൂപയും സ്റ്റുഡന്റ് പ്ലാനിന് 10 രൂപയാണ് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ടെക് ന്യൂസിലേക്ക് സ്വാഗതം. രണ്ടാമത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ ChatGPT 5 വന്നിരിക്കുകയാണ്. ഇത് ഫ്രീ യൂസേഴ്സിന് കിട്ടുമെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ ഒരു ദിവസം എത്ര 10 റിക്വസ്റ്റ് അങ്ങനെ എന്തോ ഒരു ലിമിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇതും ChatGPT 4 ആയിട്ടുള്ള ഏറ്റവും വലിയ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ChatGPT 4ൽ നമ്മൾ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബെസ്റ്റ് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെ മോഡൽ മാറ്റിക്കൊണ്ടേ ഇരിക്കണം. എന്നാൽ ChatGPT 5ൽ അതിന്റെ ആവശ്യമില്ല. ChatGPT തന്നെ ഓട്ടോമാറ്റിക്കലി അനലൈസ് ചെയ്യും നമ്മളെ ക്വസ്റ്റ്യൻ. എന്നിട്ട് അതിൽ ഏത് മോഡലാണ് ബെസ്റ്റ് എന്ന് ChatGPT തന്നെ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്തിട്ട് ഉത്തരം തരുമെന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ ഇത് എത്രത്തോളം നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ മിസ്റ്റർ ഹൂസ് ദ ബോസ് എന്ന് പറഞ്ഞ യൂട്യൂബർ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്തു. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് 11-ാം തീയതി റിലീസ് ചെയ്യുന്ന ഓപ്പോന്റെ K30 ടെർബോയും ടെർബോ പ്രോയിന്റെയും പ്രൈസ് വന്നിട്ടുണ്ട്. ടെർബോയ്ക്ക് 28,000 30,000 രൂപയും ടെർബോ പ്രോയ്ക്ക് 38,000 40,000 രൂപയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഗെയിമിങ്ങിന് വേണ്ടി ഒരു ഫോൺ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഫോൺ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് തന്നെ എനിക്കൊരു വാല്യൂ ഫോർ മണി ഫോണായിട്ടാണ് എനിക്ക് തോന്നിയത്. അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ റിയൽമിന്റെ P4 Pro എന്ന് പറഞ്ഞ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 4 എന്ന് പറഞ്ഞ പ്രോസസ്സർ ആയിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും കോമഡി അതിന്റെ പ്രോസസ്സർ വരുന്നില്ല, അതിന്റെ ഡിസൈനാണ്. നോക്കിയാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന ഐഫോണിന്റെ ഡിസൈൻ അതേപോലെ അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. ഈ റിയൽമിക്ക് ഇത് സ്ഥിരമുള്ള പരിപാടിയൊന്നും ഏതൊക്കെ നല്ലതുണ്ട് എല്ലാം ചാപ്പും. അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ ഐക്യൂന്റെ IQ50 എന്ന് പറഞ്ഞ മോഡൽ ചൈനയിൽ റിലീസ് ചെയ്യാൻ പോവാണ്. അപ്പം അത് ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ഫ്ലാഗ്ഷിപ്പ് ഫീച്ചേഴ്സുകളൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ IQ ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 2-3 മാസത്തിനുള്ളിൽ നമ്മൾ ഇന്ത്യയിലും ഇതിന്റെ ലോഞ്ച് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. അടുത്ത ഒരു സംഭവം എന്ന് പറയുകയാണെങ്കിൽ ചൈന ഈ മൂണിന്റെ ഡസ്റ്റ് എടുത്തിട്ട് വെള്ളവും അതുപോലെ തന്നെ ഓക്സിജനും പിന്നെ റോക്കറ്റ് ഫ്യൂലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജി കണ്ടുപിടിച്ചു എന്ന് അവർ പറയുന്നുണ്ട്. ഇത് റിയൽ ആണെങ്കിൽ അതൊരു വലിയൊരു മാറ്റം തന്നെയായി. അതുപോലെ തന്നെ അടുത്തൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ OnePlusന്റെ 15R എന്ന് പറഞ്ഞ മോഡൽ അടുത്ത തന്നെ ലോഞ്ച് ഉണ്ടാവുമെന്നാണ് അറിയാൻ സാധിച്ചത്. അതിൽ വരുന്നത് സ്നാപ്ഡ്രാഗന്റെ 888 പ്രോസസർ, 1.5K റെസൊല്യൂഷൻ, 165 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, 90 വാട്ട്സിന്റെ ചാർജർ, 7000 mAh ബാറ്ററി ഒക്കെ ആയിരിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ അടുത്തൊരു ന്യൂസ് വരുന്നത് ഇനി വരാൻ പോകുന്ന S26 സീരീസിലെ S26 ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ആകെ വരാൻ പോകുന്നത് S26 പ്രോയും X26 എലൈറ്റും അതുപോലെ തന്നെ X26 അൾട്ര മാത്രമായിരിക്കുന്നതാണ്. പക്ഷെ അത് എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് അറിയില്ല. പിന്നെ ഒരു സാംസങ്ങിന്റെ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന സാംസങ്ങിന്റെ One UI 8ലെ ഫിഷിംഗ് വോയിസ് കോളുകൾ ഡിറ്റക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സാംസങ്ങിന്റെ ട്രൈഫോൾഡ് ഫോണും XR ഹെഡ്സെറ്റും വരുന്നുണ്ടെന്നും പറയുന്നുണ്ട്. പക്ഷേ എപ്പോഴെന്ന് അറിയില്ല, പക്ഷേ വരും എന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ വേറെ ന്യൂസ് എന്ന് പറഞ്ഞാൽ എക്സിനോസിന്റെ 2700 സീരീസ് ആയിരിക്കും ലോകത്തിൽ തന്നെ ആദ്യത്തെ 2 നാനോമീറ്റർ ചിപ്സെറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അത് ഏത് ഫോണിലാണ് റിലീസ് ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞില്ല. വേറെ ലോഞ്ച് എന്ന് പറഞ്ഞാൽ ലാവന്റെ ബ്ലേസ് AMOLED 2 5G എന്ന് പറഞ്ഞൊരു ഫോൺ വരുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചത്. പേര് പറയുന്ന പോലെ തന്നെ 6.6 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആയിരിക്കും. അതുപോലെ തന്നെ 174 ഗ്രാം മാത്രമുള്ള ഒരു സ്ലിമ്മസ്റ്റ് ഫോണാണെന്നാണ് അറിയാൻ സാധിച്ചത്. വേറെ സ്പെക്സ് ഒന്നും വന്നില്ല. അതുപോലെ തന്നെ ഏതാണ് ലോഞ്ച് എന്നുള്ള കാര്യം പറഞ്ഞില്ല. ഈ പറയുന്ന 3 അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ വാട്സപ്പിന്റെ ഭാഗത്താണ്. ഒന്നാമത് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇനി വാട്സപ്പ് ഇല്ലാത്തവർക്കും ചാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനായിട്ട് വാട്സപ്പ് വരുന്നുണ്ട്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ചാറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അവർക്ക് വാട്സപ്പ് അക്കൗണ്ട് ഇല്ലെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കില്ലേ വാട്സപ്പ് തുടങ്ങാൻ പറഞ്ഞിട്ട്. എന്നാൽ ഇനി മുതൽ ആ ലിങ്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു വാട്സപ്പ് വെബ് പോലത്തെ ഒരു സാധനത്തിലേക്ക് പോകും. അവിടെ നിന്ന് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ടെക്സ്റ്റ് മാത്രമേ അയക്കാൻ പറ്റൂ, അല്ലാണ്ട് വോയിസ് അങ്ങനത്തെ ഒന്നും അയക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കാത്തവരും കൂടി ഇതിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ ആണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് റീക്യാപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ വായിച്ച് സെറ്റാക്കി വരാൻ നീ കുറച്ച് സമയം എടുക്കില്ല. അതിന് പകരം നിങ്ങൾ റീക്യാപ്പ് എന്നുള്ള ഒരു ബട്ടൺ നെക്കിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ വന്ന മെസ്സേജസ് എല്ലാം കൂടി സമ്മറൈസ് ചെയ്യും. അപ്പോൾ ഇത് ബീറ്റാ ടെസ്റ്റിംഗിലാണ്. അടുത്തൊരു ബീറ്റാ ടെസ്റ്റിൽ നടക്കുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ ഫേസ്ബുക്കിന്റെ ഒക്കെ പ്രൊഫൈൽ പിക്ചർ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ ഉപയോഗിക്കാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങളെ വാട്സപ്പ് ഫേസ്ബുക്കായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമായിട്ടൊക്കെ ലിങ്ക് ചെയ്യണം. പക്ഷേ ഈ കാര്യത്തിൽ പ്രൈവസി പോലും എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. പക്ഷേ വാട്സപ്പ് പറയുന്ന പ്രൈവസി ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല, ഞങ്ങളുടെ ഡാറ്റാസ് ഒന്നും ചോർത്തലാണ്. എന്ന് പറഞ്ഞാൽ ഗൂഗിളിന്റെ വാച്ച് ഫോറിന്റെ ഡീറ്റെയിൽസ് ലീക്ക് ആയിട്ടുണ്ട്. അപ്പം പഴയ വാച്ചിനെക്കാട്ടും നല്ല തോതിൽ അപ്ഡേറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സാംസങ് S25 FEന്റെ 4 കളർ മോഡൽസുകളും ലീക്ക് ആയിട്ടുണ്ട്. അതുപോലെ പിന്നെ ഇതിൽ വരുന്ന പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ എക്സിനോസിന്റെ 2400 പ്രൊസസ്സറാണ്. അതുപോലെ തന്നെ ഇതിന്റെ ക്യാമറ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ 50-12+8 ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 10 MB ക്യാമറയും പിന്നെ ഒരു 4500 mAh ബാറ്ററി ആണെന്നാണ് പറയുന്നത്. ഇവിടെ ചൈനീസ് കമ്പനികളൊക്കെ 8000-ന് ഇറക്കും, ഇവർ 4000-ൽ പിടിച്ചു നിൽക്കുന്ന എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായി. അവസാനത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് കുറേ ആപ്പിൾ സ്റ്റോഴ്സുകൾ അടുത്ത ഇന്ത്യയിൽ വരുമെന്നാണ് ടിമ്മണ്ണം പറയുന്നത്. UAE-ലും പുതിയത് വരുന്നതാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ആപ്പിൾ കൂടുതലായിട്ട് ഏഷ്യയിൽ ഫോക്കസ് ചെയ്യുകയാണോ എന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ടെക് ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നടക്കണം. ബൈ.